நாக்கு மீன். பெரிய பாறை. இது 100 ரூபா. நண்டு 3 நண்டு. 3 നണ്ട് 100. 100. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോണ്ടിച്ചേരിക്കുള്ള ഒരു യാത്രയിലാണ് കേട്ടോ. അപ്പോൾ പോണ്ടിച്ചേരിക്കുള്ള യാത്രയുടെ ഫുൾ വീഡിയോ നമ്മൾ വേറെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ അവിടെ ഫിഷൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ട് പോയി. അതും വലിയ മീനൊക്കെ വെറും 100 രൂപയ്ക്കൊക്കെയാണ് കേട്ടോ അവർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇതിലിടാൻ പോകുന്നത്. ഏതൊരു ടൂറിസ്റ്റും പോണ്ടിച്ചേരി എത്തുമ്പോൾ ആദ്യം കാണാൻ പോകുന്ന ഒരു സ്പോട്ടാണ് വൈറ്റ് ടൗൺ. അപ്പോൾ നമ്മൾ അവിടെയാണ് കേട്ടോ പോയത് ആദ്യം. അതിനുശേഷം അവിടെ ഒരു ഓട്ടോ ചണ്ടയിൽ ചോദിച്ചു എവിടെയും നല്ല ഫുഡ് കിട്ടുകയെന്ന്. അപ്പോൾ നല്ല ഫുഡ് കിട്ടണമെങ്കിൽ കുറച്ച് ലോങ് പോയി കഴിഞ്ഞാൽ ഒരു ബീച്ച് ഉണ്ട് പറഞ്ഞു, ഈ തിരക്കുന്നൊക്കെ വിട്ടിട്ട് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ ഫിഷൊക്കെ 100 രൂപയ്ക്കും ചെറിയ പൈസയ്ക്ക് നമുക്ക് വലിയ ഫിഷൊക്കെ കിട്ടുന്ന ആൾ പറഞ്ഞത്. ആ ബീച്ചിൻ്റെ പേര് പുതുക്കുപ്പം ബീച്ച് എന്നാണ് കേട്ടോ. പൊതുവേ നമ്മൾ പോണ്ടിച്ചേരി എടുത്ത് നോക്കുമ്പോൾ തീരെ ക്രൗഡ് കമ്മിയായിട്ടുള്ളൊരു ബീച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ എത്തിയോടെ നമ്മളെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് വളരെയധികം ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടി അവിടെ അങ്ങനെ ഒതുക്കി പാർക്ക് ചെയ്തു. നമ്മുടെ ഈ മുമ്പിൽ കാണുന്ന ഈ ചെറിയ ഓലപ്പരകളെല്ലാം ഫിഷിൻ്റെ ഐറ്റംസ് കിട്ടുന്ന കടകളാണ് കേട്ടോ. എല്ലാ കടയിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അത് ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയത് കാരണം കൊണ്ടാണ് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കയറിയത് വസന്തി അക്കാൻ്റെ കടയിലായിരുന്നു കേട്ടോ. അക്കാൻ്റെ ഒരു റെഫ്രിജറേറ്റർ തുറന്നപ്പോൾ അതിനുള്ളിൽ പല ടൈപ്പ് മീനുകളാണ് കേട്ടോ എനിക്ക് കാണാൻ സാധിച്ചത്. இது பாறை, இது பாறை, இது பாறை. இது மடவை, இது நாக்கு, இது 200. ஃபுல்லா வறுத்து கொடுத்துருவோம், அப்படியே பீஸ் போட்டு வறுத்து கொடுத்துருவோம். இது இது 200. இது 100. இது ஒன்று, இது ஒன்றா? ഒന്ന് 100, ഒന്ന് 200. ശരി, അത് പോട്ട് കൊടുക്കും. നമ്മളെ അത്യാവശ്യം വലുപ്പമുള്ള 2 മീനാണ് കേട്ടോ പറഞ്ഞത്. 300 രൂപയാണ് അതിന്റെ വിലയത്. ആ കണ്ട വലുപ്പമുള്ള മീനിനൊക്കെ 300 രൂപയ്ക്ക് കിട്ടുക പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ പോലും കിട്ടില്ല കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്ത് തരുമ്പോൾ. ഞാനവിടെ 3 പേരാണ് കേട്ടോ കണ്ടത്. ഒന്ന് വസന്തിയക്കൻ്റെ ഭർത്താവും പിന്നെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരാണത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫ്രഷ് മീനാണ് കേട്ടോ. അതങ്ങനെ അവിടെ തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് പൊരിച്ചു തരുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ ക്ലീൻ ചെയ്യണതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കി, എന്ത് വൃത്തിയായിട്ടാണ് അവർ ക്ലീൻ ചെയ്യുന്നത്. ഇവരിവിടെ ഉണക്കമീന് വേണ്ടിയിട്ടുള്ള മീനും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന മീൻ ഉണക്കമീന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ചോറും മീനുമാണ്, മീൻ ഫ്രൈ ആണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത് അവൻ കുറച്ച് ടൈമാകും പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ്റെ ഈ മീനിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുമോ വെച്ച്. பெரிய பாறை. ஓகே. இது ஒரு பாறை, இது ஒரு வகை. இது ரேட் எல்லாம் எவ்வளோ? இது ரேட்டு இது 150 ரூபா. இது 200 ரூபா. இதோட சின்ன சைஸ் 100 ரூபா. இது 100 ரூபா. கனவா பிளேட்டு 100 ரூபா. நண்டு பிளேட்டு 100 ரூபா. நண்டு பெரிய நண்டா இது? பெரிய நண்டு. இந்த நண்டு. இந்த நண்டு 100? ஒரு நண்டு 3 நண்டு. 3 நண்டு 100. ஓகே. இது பெரிய ஃபிஷ் ஏதாவது இருக்கா? அதே ஃபிஷ் தான் ஃபிஷ் இருக்கு. பெரிய ஐட்டம். இது நாக்கு மீன். நாக்கு மீன். ഇത് കെണ്ട മീൻ. പെരിയ കെണ്ട. ചോറ് വരേണ്ട ടൈമും കൊണ്ട് അവർ നല്ല കളി തുടങ്ങി കേട്ടോ. അവിടെ അല്ലും ആവശ്യം ആ മണലിലൊക്കെ ഇരുന്ന് നല്ല കളി കളിച്ച്. അപ്പോൾ അതാ അക്കതാ മീനെടുത്ത് പൊരിക്കാൻ തുടങ്ങിയിട്ടാ. നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ അവിടുത്തെ ഓരോ കാര്യങ്ങളും. വളരെ ക്ലീൻ ആയിട്ടാണ് അവർ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ മീൻ പൊരിക്കുമ്പോൾ ഇത്ര അധികം കളറൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടുത്തെ മസാല വളരെ റെഡ് കളറാണ് കേട്ടോ. അപ്പോൾ പല ടൈപ്പ് മീനും ഒക്കെ ആ മസാലയിൽ ഇട്ടിട്ട് പെനച്ചുകൊണ്ട് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മീനിതേ ഈ ചട്ടി കിടന്ന് ഇങ്ങനെ മുരിങ്ങി നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. 1 മണി ആയതുകൊണ്ട് നല്ല വിശപ്പും ഉണ്ടേ. ഇപ്പം മീനൊക്കെ ഇങ്ങനെ കിട്ടി അടിച്ച് മിന്നാന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കണം കേട്ടോ. അപ്പോൾ അതാ വലിയ മീൻ അങ്ങനെ ആ ചേച്ചി മസാല ഇട്ടിട്ട് പൊരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മീനിതാ ഫൈനലി വന്നെത്തിയിട്ടോ. ഞാനത് ഒരു പൊട്ടെടുത്ത് ടേസ്റ്റ് നോക്കി. എൻ്റെ മക്കളെ കിടുവായിട്ടാണ് കേട്ടോ. അതിനുശേഷം ആ ചോറ് വന്നു കേട്ടോ. 100 രൂപയുടെ ചോറാണ്. അതിൻ്റെ ഒപ്പം കറി കിട്ടിയത് മത്തിക്കറിയാണ് കേട്ടോ. അതിൽ പീസൊക്കെ ഉള്ള മത്തിക്കറിയാണ്. അപ്പോൾ ആ ചോറിനൊപ്പം വരുന്ന കറി തന്നെയാണ് കേട്ടോ അത്. ചോറിനൊപ്പം വേറെ ഉപ്പേരിയോ അച്ചാറോ ഒന്നുമില്ല. കറി ഒന്നും പറയാനില്ല, അടിപൊളി കറിയായിരുന്നു കേട്ടോ. മത്തിക്കറി ആയിരുന്നു. പിന്നെ ആ മീനൊക്കെ ഫ്രഷ് മീൻ കേട്ടോ. അടിപൊളി മീനായിരുന്നു. ആ മീനൊക്കെ വറുത്താണ്. നിങ്ങൾ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ഫിഷ് ലവർ ആണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് പറ്റും കേട്ടോ. ആ ഫിഷിൻ്റെ ഒക്കെ ഫ്രഷ്നെസ് ഒന്ന് നോക്കിയേ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് യാത്ര ആയിട്ടോ. ഇനി ബാക്കി സ്പോട്ടുകളുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.